ഇന്ന് വെള്ളിയാഴ്ചല്ലേ? എത്താ ബിച്ചിമാനെ, പള്ളിക്ക് പോവാനൊന്നും സമയമായിട്ടില്ലടാ. നേരെ 11 മണി 8 ആയിട്ടോ ഉള്ളൂ. പിന്നെ നല്ലോണം വെള്ളിയാഴ്ച ആയിട്ട് ഒന്ന് കുളിച്ചാളുണ്ട്. എത്താ പോന്റെ ചെല്ലും പോലൊക്കെ. അല്ലമ്മേ, ഇന്നും ഞമ്മക്ക് ദുഃഖവെള്ളി ഉണ്ടായല്ലേ? എന്താ ദുഃഖവള്ളി ചേട്ടന്മാർക്കല്ല, ഞമ്മളോൽക്ക് ദുഃഖവള്ളിയാ. ചേട്ടന്മാർക്ക് ദുഃഖവള്ളി കൊല്ലത്തിലൊരിക്കലല്ല വാപ്പ ഉണ്ടാവുള്ളൂ. ഞമ്മക്ക് എല്ലാ വെള്ളിയാഴ്ചയും ദുഃഖവള്ളി തന്നെയല്ലേ? കതീശോ ഇച്ചിമാന്ന് കൂടി കഴിച്ചില്ലേ? അനക്കെത്താന്ന് നേരത്തിന് എടുത്തു കൊടുത്താല്. ഇമ്മ, നമ്മളെ കോടാലില്ല ഇവിടെ. എവിടെ നിങ്ങളത് വെച്ചേ? പിന്നെ പഞ്ഞി കോടാലി കോടാലി ഉണ്ട്. നമ്മളെ മാപ്പ മോങ്ങലുണ്ട്. എന്തിനാ ഞങ്ങൾക്ക് കോടാലി? നമ്മളെ മാപ്പിടാനുള്ള ശരി. ഞങ്ങൾക്കൊരു കുഴപ്പമില്ല. അല്ലെങ്കിൽ തന്നെ ഊരാൻ പറക്കണ ഞമ്മളെ ഈ വാപ്പാനെ എന്ത് കാട്ടാനാ? അതിനല്ല, ഇവളല്ല ഈ മുരിങ്ങാടൊക്കെ പാടത്ത് കൊത്തി മുറിച്ച് കളയാൻ കുറെ കാലായിക്കുന്നു. മുരിങ്ങാത്താളി കൂട്ടി കൂട്ടിട്ട് കുഞ്ഞാക്കാരി നാവിന് തോല് മുഴുവൻ പോയി. ആ ശരി തന്നെ. അതിനടന്ന് മുരിങ്ങന്റെ ഇല മാത്രല്ല ചക്കക്കുരുണ്ട്. കുഞ്ഞിക്ക ദിവസമല്ല, താളിപ്പ് ദിവസമാണ് വിളിക്കട്ടെ. ഓ വിളിച്ചായിട്ടില്ലേ താളിപ്പ് കതീസാന്ന്. പാപ്പാക്ക് കൊളസ്ട്രോൾ ആയതുകൊണ്ടല്ലട ഇവിടെ ഇറച്ചി മീനൊന്നും വാങ്ങാത്ത. ഒരു സംശയം, തന്നെ ബിസ്കന്മാർക്ക് കൊളസ്ട്രോൾ ഉണ്ടാവുമോ? അന്റെ ബാപ്പാണ് ബിസ്കറ്റ്. ഞാൻ അന്നാടാ ബിസ്കറ്റ് കാട്ടി ആ ജാതി ഭർത്താനം പറഞ്ഞിട്ട് അല്ലമ്മേ, കൊളസ്ട്രോളിന്റെ പേരും പറഞ്ഞ് ഇന്നും ഈ പൊരയിൽ ഇറച്ചി വാങ്ങുന്നത് ആർക്കും വേണ്ടിട്ടാ വാപ്പ നിങ്ങൾ ഈ മുതലൊക്കെ പണം ഉണ്ടാക്കിയേക്കണേ? മാപ്പനെ ബിസ്കന്മാരുടെ മണ്ഡൽ പ്രസിഡന്റ്. അത് മാണ്ട കുഞ്ഞിന, അത് വാപ്പത്തിന് മോശക്കാ. നമുക്ക് വാപ്പനെ ബിസ്കന്മാരെ സംസ്ഥാന വാപ്പക്ക് തൃപ്തിയായിക്കൂടല്ലോ. അടങ്ങി കുത്തിരുന്നോളി കണ്ടിട്ടോ. ബാബാന്റെ കജ്ജൊന്ന് കൊള്ളാന്ന് കണ്ടാണ്. കൊളസ്ട്രോള് എപ്പ നോക്കിയാൽ മണ്ഡലം പ്രസിഡന്റും സംസ്ഥാന പ്രസിഡന്റും. അല്ലടാ, ഏത് കാലത്ത് നിങ്ങളെ ഈ ഇറച്ചിന്റെ പുതിയൊന്നും മാറല്? എപ്പ നോക്കിയാൽ ഇറച്ചി ഇറച്ചി. ഒരു കാലത്ത് നമ്മളീ പെരയില് ഇറച്ചി വാങ്ങാഞ്ഞ പിന്നെ എങ്ങനെ ഇറച്ചിയിൽ കൂടി അത് തന്നെ. എടാ, ഒരു പജ്ജും കുട്ടിയുള്ള ആരേലും ലെവട്ട് നോക്കിക്കാം. എന്നാ ഐറ്റങ്ങളൊന്ന് കൊണ്ടുപോയി കെട്ടണമെന്നോ രണ്ടെന്ന് പുല്ലരിഞ്ഞ് വെക്കണമെന്നോ അയാത് വിചാരം നിൽക്കില്ലല്ലോ. നിങ്ങൾക്ക് ഇറച്ചി മുണങ്ങണം, ഏത് സമയം ഇറച്ചി മുണങ്ങണം. എടാ, ഐറ്റളെ പോറ്റിയ രണ്ടു വട്ടം ചാണെങ്കിലും കിട്ടും. നിങ്ങളെ പോറ്റിയിട്ട് ദത്ത് പായക്ക കിട്ടാനാണ്. അല്ല വിഷയം മാറ്റിക്കളെ. ആ വിഷയം മാറ്റിയപ്പോ ഞങ്ങൾ രണ്ടാളൊന്ന് പള്ളിക്കോളെ. ആ പോണില്ല, പള്ളിക്കോണില്ല. പല വൈപ്പുണ്ടെങ്കിൽ ഒരു താളിപ്പുണ്ടായ പോരടാ. മാണ്ട ഒരു പച്ചളുണ്ടായ പോലെ. അതും ഇല്ലാത്തവരില്ലടാ നമ്മളെ ഈ മഹലിലൊക്കെ. അല്ല ബാബേ, നമ്മളെ ഈ മഹലില് ബിരിയാണിയും നെയ്ച്ചോറും കരിച്ചും പൊരിച്ചും ഒക്കെ ഉള്ള വരിയില്ലേ? ഓ എല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട്. വാട്സപ്പിൽ ഒരു പാട്ട് വന്നു, ഞങ്ങൾ രണ്ടാളും കൂടി പാടിക്കോളി. വ്യത്യസ്തനാമൊരു വിശുദ്ധന പാപ്പയെ സത്യത്തിൽ ഈ മക്കൾ തിരിച്ചറിഞ്ഞില്ല. വ്യത്യസ്തനാമൊരു വിശുദ്ധന പാപ്പയെ സത്യത്തിൽ ഈ മക്കൾ തിരിച്ചറിഞ്ഞില്ല. മക്കളെ പോറ്റാൻ അറിയാത്ത വാപ്പ, മക്കളെ പോറ്റാൻ അറിയാത്ത വാപ്പ, വെറുമൊരു വാപ്പ. എന്തിനാണീ വാപ്പ വെള്ളിയാഴ്ചയെങ്കിലും ഇറച്ചിയും മീനും വാങ്ങിത്തരാൻ മടി കാട്ടുന്ന വാപ്പ? ഞമ്മള വാപ്പ, ഞമ്മള വാപ്പ കുറെ ഉണ്ട്. അത് നിന്റെ പാടില്ല. അങ്ങനാണെങ്കിൽ കദീസോ ഞമ്മക്ക് ഒരു പാട്ട് എരഞ്ഞോളി മൂസാക്കണ്ടല്ലോ, മൂപ്പര് പാടിയ ഒരു പിന്നെ മാണിക്കമലര് മയമാലാക്കന്റെ മക്കളാണ് ഇച്ചിമാനും കുഞ്ഞിമാനും. രണ്ടുപേർക്കും
രണ്ട് മൊയന്തുകളും എന്നാലും പല്ലാത്തടുത്ത് അവളെ നട്ടടങ്ങള് രണ്ടാളും നോക്കിയാടി ഓടി ഇറച്ചി വാങ്ങാണ്ട് കൊണ്ടുവന്ന് കൊടുത്താളിന്ന് അല്ലെങ്കിൽ ഓലി പോരാ പൊളിച്ച് വന്നലും അതിന്റെ പോരായിപ്പുള്ള ഇറച്ചി മുടങ്ങണം നോക്കട്ടെ കൊറേ ഉണ്ട് എന്റെ ബാപ്പ 100 ഉണ്ട് 50 ഇതിന് 250 മാണ്ടങ്ങൾ ആക്കാൻ 300 തേച്ചാൽ അതിന് വേണ്ട പച്ചോളി വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില മല്ലിച്ചപ്പ് സവാള മല്ലിച്ചപ്പ് ഇതൊക്കെ വാങ്ങിയോണ്ട് പാപ്പേ നല്ല ബാക്കിയാണ് ഇത് ബാപ്പയെ പോയി മറുപടി പറഞ്ഞു എടാ കുഞ്ഞിമോനെ ഇറച്ചി തോരണ്ടതല്ലടാ അതുകൊണ്ട് ഞാൻ പരസ്യം കൊണ്ടുവരാൻ നിൽക്കണ്ട ചിലപ്പോ ആരെങ്കിലും ചോദിച്ചാല് കുറച്ച് കൊടുക്കേണ്ടി വരും അതുകൊണ്ട് ഞാൻ നല്ലോ പൊതിഞ്ഞിക്കാട്ടി കേസേലിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നോ അതാ നന്നാവുക വാണിന് തന്നാണ് നന്നായിട്ട് എന്താ വെച്ചാല് നമുക്ക് 2-3 ദിവസം കറി വെച്ചും കുറച്ചൊക്കെ കഴിക്കാൻ ഇറച്ചി ഞാൻ ആർക്കും കൊടുക്കാണ്ട് എത്തിച്ചോളാം കേട്ടിട്ട് കൊരങ്ങത്ത കോറോന്റെ അരി കൂടാതെ രണ്ടാളുകളെ തലയെ കയറുന്നത് കുറച്ചൊക്കെ ഉസുറും കൂടി ഹദീസു ഞമ്മക്ക് കുറച്ച് ഉസുറും പുളി ഉള്ളോണ്ടാണല്ലോ എനിക്ക് മന്ദബുദ്ധികളാണെങ്കിലും 2 ആൺകുട്ടികളെ കിട്ടിയത് അത് വലിയ കാര്യാന്ന് കൂട്ടിക്കോ ബാലകൃഷ്ണൻ എന്താടാ ആക്സിഡന്റോ അമ്മ ബൈക്ക് തട്ടി ചോര പോയിതാറേ ചോര കയറ്റണമെന്നോ ഏതാ ഗ്രൂപ്പ് ഏതാ ഓ നെഗറ്റീവാ എന്റെ ബ്ലഡ് ഗ്രൂപ്പ് ഓ നെഗറ്റീവാണേ എപ്പത്തും ഇത് എത്തരണ്ട അതെ 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 ആ തെക്കേലെ ബാലകൃഷ്ണൻ തമ്മിൽ ഒരു ബൈക്ക് തട്ടിക്കട്ട് കുറെ ചോര പോയിരുന്നാ പറഞ്ഞേ കുറച്ച് സീരിയസ് ആണ് അതിന് ഇജ്ജത്തിനെ ചെങ്ങായി അനുസരിച്ചിന് എന്റെ അളാപ്പന്റെ പെണ്ണുങ്ങളൊന്നും അല്ലല്ലേ ഇങ്ങനെ ബേജാറായി കണ്ണു ചോരല്ലാത്ത വർത്താനം പറയലി വാപ്പേ ബാലകൃഷ്ണന്റെ ചങ്ക ഓന്റെ അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിയാലേ ഇന്ന ഈ ഇമ്മാക്ക് പറ്റിയ മാതിരി തന്നെ അതിന് ഞമ്മളോട്ടാണ് ഈ കണ്ട കാഹലിച്ച് പോകുമ്പോ ചോര കൊടുക്കാന് ഇജ്ജ് പോണ്ട എന്നോട് മര്യാദക്ക് പറഞ്ഞു ബാലകൃഷ്ണന്റെ ജാതി മതല്ലമ്മേ ഓന്റെ മനസ്സിന്റെ വലിപ്പം എന്തിനാ പറയാനിട്ടാ എന്റെ മനസ്സിന്റെ വലിപ്പേ തീവണ്ടിന്റെ അത്ര വലിപ്പുണ്ടല്ലോ എന്റെ മനസ്സ് പാപ്പേ ഒരു സാമ്പത്തിക ലാഭം ആര് കുടുങ്ങിയാലും ഏത് നട്ടപ്പാതിരക്കും മണ്ടി വന്നിട്ട് ഓന്റെ തടിയോട്ട് വരുന്ന എല്ലോ സഹായം ചെയ്തിനോന്നല്ലോ മുത്തുനബിനെ പോലെ സത്യസന്ധനും കരുണല്ലോന്നും ആയതുകൊണ്ടല്ലേ നമ്മൾ കൊറോണ പിടിച്ച് പുറത്തിറങ്ങാൻ കഴിയാതെ കിടന്ന സമയത്ത് ഫ്രൂട്ട്സും മരുന്നും മാസ്കും എല്ലാം വാങ്ങിക്കൊണ്ടുവന്നു നമ്മളെ രക്ഷിച്ച കാര്യായിപ്പോയി അതാപ്പ നന്നായി അതിനെ ഓന്റെ പോരെ വെള്ളപ്പൊക്കത്തിൽ മുങ്ങിയപ്പോഴേ ഇച്ചല്ലടാ നാട്ടപ്പാതിരാക്ക് പോയി കണ്ട ആ കുടുംബത്തെ രക്ഷിച്ച് അല്ലാതെ എന്ത് കോണാൻ കോന കൊണ്ട് കിട്ടിയത് ഓനൊരു ഉണ്ണിയപ്പം ചായ കിട്ടിണ്ടാവും അതിന്റെ കോണവും സ്നേഹമൊക്കെ കാട്ടണല്ലോ മണ്ണുണ്ണിയായി പോയല്ലടാ നിങ്ങളോട് രണ്ടാളോട് തർക്കിച്ച് നിൽക്കാനുള്ള നേരം എനിക്കില്ല ഒരു ജീവൻ രക്ഷിക്കണ കാര്യം പെട്ടെന്ന് 2 കുപ്പി ചോര കയറ്റണം എന്നാ പറഞ്ഞേ ഞാൻ പോവാ അന്നോട് പോകണ്ടെന്നാ പറഞ്ഞു പോകണ്ടെന്ന് പറഞ്ഞാ പോണ്ട ഇച്ചി ഇവിടുന്ന് ബാലായിട്ട് വെക്കൂല ആഴ്ചന്റെ കാര്യം മൂർച്ച ചെയ്യാനും പഠിക്കുന്നു ഈ മായമാലിനെ ശരിക്കും അറിയില്ല ഇന്നെ തടയാൻ നിൽക്കേണ്ട വാപ്പേ ജാതി മതം നോക്കി നിൽക്കേണ്ട സമയമല്ല ഒരു ജീവന്റെ പ്രശ്നമാണ് അങ്ങോട്ട് പോകണ്ട അടിച്ചോന്ന് വേണ്ട ഇത്ര കാലം ഞാൻ പറയണ്ടെന്ന് വിചാരിച്ചിരുന്നതാ ഇനി ഞാൻ പറയാതെക്കാൻ പറ്റൂല ഇവിടെ പറഞ്ഞ ഒരു ഭൂകമ്പം ഉണ്ടാവും വിചാരിച്ചിട്ട് പറയാമെന്ന് മൂടി വെച്ച വാപ്പാനോണ്ട് ചൂടുള്ള ചേമ്പത്ത് തൊള്ളയിലിട്ടാരി മൂണിങ്ങി കളിക്കാണ്ടേ പറഞ്ഞോട് ബാപ്പേ ഈ ഇമ്മന്റെ തടിമക്കൂട് ഓടുന്ന ചോര ആരാ നിങ്ങൾക്ക് അറിയോ എന്താ അല്ല നന്നായി ഇന്റെ തടിമക്കൂടി ഓടുന്ന ചോര ഇന്റെ വാപ്പാന്റെ
ചോര ബാലകൃഷ്ണന്റെ ഓന്റെ ഏട്ടന്റെ ചോര ഓർമ്മ ഉണ്ടായി. ആ ഞാൻ അത്ര അണ്ണിയും പൊണ്ണിയല്ല. എന്റെ പെണ്ണുങ്ങളല്ലേ അപ്പൊ ആ കൊണക്കുണ്ടാവും. ഓർമ്മ ഉണ്ട്. എന്തോർമ്മ? അന്റെ ചോരല്ലട ഇന്റെ മേത്തന്ന് ചേച്ചി. അല്ലമ്മേ അല്ല, ആ ചോരയും ബാലകൃഷ്ണന്റെ ഓന്റെ ഏട്ടന്റെ ചോരയും അത് നമുക്ക് മറക്കാൻ പറ്റും. നിങ്ങൾ മെഡിക്കൽ കോളേജിലെ മരണത്തോട് മല്ലടിച്ച് കിടന്ന 5-6 കൊല്ലം മുമ്പ് കിടന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അന്ന് എല്ലാം മറന്ന് ഓടി വന്ന് ചോര തന്നേ നമ്മളെ രക്ഷിച്ചതേ ആ ബാലകൃഷ്ണനും ഓന്റെ ഏട്ടനുമാണ്. ഓൻ തന്നെ എന്നോട് പറഞ്ഞത് ബാപ്പനോടും ഇവരോട് ഞാൻ പറയണ്ടാന്ന്. അതുകൊണ്ടാണ് ഞാൻ പറയാൻ. അന്ന് വേറെ സ്വന്തക്കാരും ബന്ധക്കാരും ഒന്നും നമ്മൾ കണ്ടില്ലല്ലോ. ചോര തരാൻ ബാലകൃഷ്ണനും നിങ്ങൾ കാവൃത്തിങ്ങളെന്ന് വിളിച്ച ബാലകൃഷ്ണനും ഓന്റെ ഏട്ടനും അല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടേ? ആ കുട്ടീനാണോ ഞാൻ കാപ്പലെന്ന് വിളിച്ച് എന്നോട് കൊടുക്കണേ പച്ച തമ്മിരാനേ. എടാ ചേച്ചി ആ കാര്യം എന്നോട് ഒന്ന് തുറന്ന് പറഞ്ഞില്ലടാ. ഞമ്മക്കൊരു ഉപകാരം ഇങ്ങോട്ട് ചെയ്ത് തരുമ്പോ നമ്മൾ അങ്ങോട്ടും മാണ്ടേ ഒരു ഉപകാരം അങ്ങോട്ട് ചെയ്യണ്ടേ? അതിന് ചണക്കാൻ തുറന്ന് പറഞ്ഞൂടെ ഞാൻ ആ ചെക്കനെ കണ്ടാല് മെയിൻ്റെ ചെയ്യാതെ നടക്കലേ. എങ്ങനെ ഓന്റെ മുഖത്തേക്ക് നോക്കിയ ഞാൻ അത് സാരല്ല ബാക്കി. ഏതായാലും സത്യം മനസ്സിലായി. സത്യമൊക്കെ മനസ്സിലായി. വൈകി പോയി. ഒരു കുപ്പി ചോര കൊടുത്തിട്ട് യാതൊരു കുഴപ്പം വരാൻ 1 മാസം കൊണ്ടല്ല ചോര ഉണ്ടായിക്കോളൂ. രക്തദാനം മഹാദാനം എന്നാണല്ലോ, അത് നമ്മളൊക്കെ ചെല്ലണ്ടേ? കതീശോ ഇജി ബേജാറാണ്ട. ജാതി മതമൊന്നും അല്ല, മനസ്സനാ വലിയത്. ജേട്ടിയില്ലേ മത ഏതായാലും ഏതായാലും നമ്മളെ കുട്ടി ബിച്ചിമാൻ ഓ നമ്മളെ കണ്ണ് തുറപ്പിച്ചില്ലേ. മനസ്സപ്പെട്ടുള്ള ഏതൊരാൾക്കും അന്നെ കൊണ്ട് കച്ചണ സഹായിച്ച് ചെയ്ത് കൊടുത്താലാണ് മോനെ. ചോരി കൊടുത്താലും അതിനുള്ള കോണം ചോരക്ക് ചോരല്ലാതെ താളിപ്പ് ചോറും കൊടുത്തിട്ട് കാര്യമുണ്ടോ കതീശോ? ഇമ്മേ ഞാൻ പോവുക, ഞാൻ പെട്ടെന്ന് വരാം. ഇന്റെ ആ താളിപ്പും കൂടി വാപ്പക്കാട് കൊടുത്തേക്ക്. എന്റെ വാപ്പ വെള്ളിയാഴ്ച ആദ്യമായിട്ട് ഒരു ഇറച്ചി വാങ്ങിയത്, അത് തിന്നാളൊരു യോഗം ഇല്ലാന്ന് മുട്ടിയാ മതി. നല്ലൊരു കാര്യത്തിനല്ലേ പോണ്. ഇല്ലടാ, ഇന്നു മുതൽ എല്ലാ വെള്ളിയാഴ്ച ഇവിടെ ഇറച്ചി വാങ്ങും. എന്നാലല്ലേ അന്റെ തടിയുമ്പ് ചോര ഉണ്ടാവുള്ളൂ. അന്റെ തടിയുമ്പ് ചോര ഉണ്ടായാലല്ലേ അനക്ക് എല്ലാവർക്കും കൊടുക്കാനും തരുള്ളൂ. അത് ശരിയാണ് വാപ്പ, അത് നല്ല കാര്യം തന്നെയാണ്. ബാപ്പേ ഇപ്പഴാണ് ബാപ്പ നിങ്ങൾ ബാപ്പയാണ്. ചെവി ഒന്നിട്ട് വെക്കടാ. അപ്പൊ എങ്ങനെയാണ്